സോളാർ സാമ്പത്തിക തട്ടിപ്പിലെ ആദ്യ കേസുകളിലൊന്നായ മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി. ഇതോടെ ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. പരാതിക്കാരന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കേസ് പാതി വഴിയിൽ അവസാനിക്കാൻ കാരണം. ആശ്വാസമെന്നും ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കൾ പുറത്തല്ല ഉള്ളിൽ തന്നെയായിരുന്നുവെന്നും ടെനി ജോപ്പൻ പ്രതികരിച്ചു. സോളാർ അഴിമതിക്കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പ്രധാന വെളിപ്പെടുത്തലുകളൊന്നായിരുന്നു മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയും തുടർന്നുണ്ടായ കേസും. സരിതാ നായർക്ക് പണം നൽകാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫ് ടെനി ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു ശ്രീധരൻ നായരുടെ പരാതി. പത്തനംതിട്ട JFCM കോടതിയിൽ കോന്നി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ടെനി ജോപ്പൻ മൂന്നാം പ്രതി. വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേസ് റദ്ദാക്കാൻ ജോപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെ കോടതിക്ക് പുറത്തൊത്തുതീർപ്പിന് നേതാക്കൾ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ഭരണമാറ്റത്തോടെ പരാതിക്കാരൻ വഴങ്ങി. കോടതിക്ക് പുറത്തൊത്തുതീർപ്പായെന്ന വിവരം കോടതിയെ അറിയിച്ചതോടെ ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കുകയായിരുന്നു. കോടതി നടപടിയിൽ ആശ്വാസമെന്ന് ജോപ്പൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കൾ പുറത്തല്ല ഉള്ളിൽ തന്നെയായിരുന്നുവെന്നും ടെനി ജോപ്പൻ പറഞ്ഞു. ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താ സംഭവിച്ചതെന്നെല്ലാം നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്നെ ക്രൂശിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അവരെല്ലാവരും എന്നെ ബലിയാടാക്കിക്കൊണ്ട് ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. ഞാൻ 60 ജയിലിൽ കിടന്നത് അനുഭവിച്ച എന്റെ കുടുംബവും ഞാനുമാണ്. ഉള്ളിൽ നിന്നാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പുറത്തുനിന്നല്ല വന്നേ. ഉള്ളിൽ നിന്നുള്ളവർ ചെയ്തുകൊണ്ടാണല്ലോ പുറത്ത് ബാക്കിയുള്ള പ്രതിപക്ഷം എല്ലാവരും ഏറ്റുപിടിച്ച് ശിക്ഷ ഉണ്ടാക്കിയത്. പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സോളാർ കുംഭകോണകാലത്ത് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന പ്രധാന വെളിപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു മല്ലേലിൽ ശ്രീധരൻ നായരുടേത്. തട്ടിപ്പ് തെളിയിക്കാനാവശ്യമായ നിരവധി തെളിവുകളും അക്കാലത്ത് കൈരളി പുറത്തുവിട്ടു. ശ്രീധരൻ നായരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാകുമ്പോൾ വെളിച്ചം കാണാതെ പോകുന്നത് മറ്റൊരു വൻ തട്ടിപ്പ് കൂടിയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.